ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിചാരിക്കണു. രാവിലെ തന്നെ അമ്മൂസ് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പരിപാടി തന്നെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. അതായത് പുറത്തുനിന്ന് പോയി വരാൻ നേരത്ത് ടീച്ചേഴ്സൊക്കെ വീട്ടിൽ വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി വെക്കുമോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാനുള്ള മാംഗോസ് അരിയാണ് കേട്ടോ. നാടൻ മാങ്ങ തന്നെയാണ്. അത്യാവശ്യം വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഒന്ന് മിക്സിക്കകത്ത് അടിച്ചിട്ട് ജസ്റ്റ് ചാറ് പോലെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നാണ് എനിക്ക് ടാസ്ക് തന്നത്. വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അവൾ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസും മധുരങ്ങളൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുറത്തും പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫ്രഷ് മാങ്ങയാണ് കേട്ടോ. അതായത് എവിടുന്ന് കിട്ടിയ മാങ്ങയാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഫ്രഷ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂസ് ടാറ്റ പറയാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ അവളങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ അത് നമ്മൾ പൂളായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മധുരം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് പൾപ്പ് മാത്രമായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് മാങ്ങയുടെ സീസൺ ആകുമ്പോൾ മാങ്ങ പച്ചടിയും അല്ലെങ്കിൽ മാങ്ങ വെച്ച് ജ്യൂസും അല്ലെങ്കിൽ വെറുതെ മാങ്ങ പൂളി തെള്ളുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാങ്ങ വെച്ചിട്ട് പച്ചമാങ്ങയൊക്കെ വെച്ചിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ പഴുത്ത മാങ്ങ കിട്ടിയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ഇതിനകത്ത് വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, അല്ലാതെയുള്ള പൾപ്പ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അവൾ വരുന്ന കഴിയുമ്പോൾ അവൾ മിക്സ് ആക്കിക്കോളും എന്ന് വിചാരിക്കണു. അങ്ങനെ നമുക്ക് നമ്മൾ വൃത്തികേടാക്കിയിട്ടുള്ള പാത്രങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് കഴുകിയൊക്കെ എടുത്ത് വൃത്തിയാക്കി വെക്കണം. നമ്മൾ എങ്ങനെയാണോ തന്നിട്ടുള്ളത് അതേപോലെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വേസ്റ്റ് ബക്കറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല അടിപൊളിയിൽ വേസ്റ്റ് ബക്കറ്റൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈയൊക്കെ കഴുകി പാത്രമൊക്കെ കഴുകി. ഇതേ ഈ മാങ്ങ കേട്ടോ, നാടൻ മാങ്ങയാണ്. അങ്ങനെ പ്ലേറ്റ് എല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ പൾപ്പ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കണം. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. ഇനിയിപ്പോൾ ഒരു പരിപാടി ഒന്നുമില്ല. നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുന്നു, നേരെ നമ്മൾ വാതിൽ കുറ്റിയിടുന്നു. താക്കോൽ നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ വീഡിയോ ലോക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞു, ഫിനിഷ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ പുളികളുണ്ട് കേട്ടോ. അപ്പോൾ പുളി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നി. അപ്പോൾ ചുമ്മാ ഒരെണ്ണം എടുത്തിട്ടോ, ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അവർ ഉണക്കാൻ വേണ്ടി വെച്ച് തരുന്നതായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് കാരണം ചെറുതായിട്ടൊന്ന് എടുത്തു നോക്കി. നല്ല പുളിപ്പാണ്, അത്രയ്ക്കും രസമൊന്നുമില്ല. എന്നാലും കാണുമ്പോൾ തിന്നാനൊരു ഇഷ്ടം തോന്നത്തില്ലേ, അതുകൊണ്ട് ജസ്റ്റ് എടുത്താണ് കേട്ടോ. എനിക്ക് പുളിപ്പധികമൊന്നും ഇഷ്ടമൊന്നുമല്ല, പിന്നെ കാണുമ്പോൾ തിന്നാൻ തോന്നുള്ളൂ. വീട്ടിൽ വന്നപ്പോൾ അമ്മ കുറച്ച് പരിപാടിയിലാണ് കേട്ടോ. നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിക്കും കോട്ടക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എത്ര ഏകദേശം ഐഡിയ ഒന്നുമില്ല. അപ്പോൾ അത് കാരണം അമ്മ ഒരു സുമാറ് കണക്കിന് എടുത്തിട്ടാണ് കേട്ടോ അമ്മ ഇപ്പോൾ വെട്ടാൻ പോണത്. ഇത് പട്ടുപാവയുടെ തുണിയാണ്. അങ്ങനെ ഭാവിക്ക് തയ്ക്കാനുള്ള പട്ടുപാവയുടെ തുണി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ ബ്ലൗസിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് തുണി എടുത്തിട്ടുണ്ടെങ്കിലും ആ തുണി അത്രയും വേണ്ടി വന്നില്ല കേട്ടോ. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മളത് കാരണം പട്ടുപാവയുടെ ടോപ്പും അതേ കളർ തന്നെ ആക്കിയിട്ടാ. അതുകൊണ്ടായിരിക്കും കുറച്ചും കൂടി മാച്ച് എന്ന് തോന്നുന്നത്. അപ്പോൾ അത് കാരണം അത് അങ്ങനെ തന്നെ ആക്കി. വാവയ്ക്ക് എത്ര ഹൈറ്റും വെയിറ്റൊക്കെ ഉണ്ടോ എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടും ഒരു സുമാറ് കണക്കിനാണ് കേട്ടോ അമ്മ തയ്ക്കുന്നത്. പിന്നെ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടാണ് തയ്ക്കുന്നത്. കാരണം നമുക്ക് വലിപ്പം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, വലിപ്പം കുറയരുത് എന്നൊരിതുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ടൈറ്റാക്കി കൊടുക്കാനായാലും ഷേപ്പ് ചെയ്യാനൊക്കെ ഈസി അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യിപ്പിക്കുന്നത്. മെറ്റീരിയൽസ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഉടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പട്ടുപാവയുടെ തുണി ഇങ്ങനെ വാങ്ങിച്ചത്. ഏകദേശം ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അമ്മ ജസ്റ്റ് ടോപ്പും പാവാടയൊക്കെ ഒന്ന് വെട്ടി വെച്ച് അത് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മമ്മയ്ക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അമ്മ വെട്ടിക്കോട്ടെ, ഞാൻ ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഫുഡ് അങ്ങനെ വാരി കൊടുത്തു. അങ്ങനെ അമ്മമ്മയും ഞാനും വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മമ്മ കുറച്ച് മതിയായി കഴിഞ്ഞപ്പോൾ തുപ്പൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് അമ്മമ്മയ്ക്ക് വയറിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അമ്മമ്മയ്ക്ക് വേണ്ടാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പുള്ളിക്കാരി ഇങ്ങനെ തുപ്പുള്ളൂ. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ അതേയോ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ആളിങ്ങനെ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് അറിയാതെ ഇങ്ങനെ കഴിച്ചു പോകും. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുഡ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കാരണം എനിക്ക് വേങ്ങരയ്ക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു.
അപ്പം അമ്മ ആ സമയത്ത് വെട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പാവം അമ്മ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ചിക്കൻ കറിയും ചോറും തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും ചോറൊക്കെ കഴിച്ചു. ഇപ്പം ഞാൻ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കണത് എനിക്ക് കഴിക്കാനല്ല കേട്ടോ. ഞാൻ കഴിക്കുന്നതിൻ്റെ കുറച്ച് പങ്ക് ഞാൻ പൂച്ചക്കുട്ടിക്കും കൊടുക്കാറുണ്ട്. ബാലൻസും കൂടി ഞാനിങ്ങനെ ഫുഡാണ് കൊടുക്കാൻ കേട്ടോ. അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ പ്ലേറ്റിൽ തന്നെയാണ് ഓനിക്കുള്ള ഫുഡും കൊടുക്കാറുള്ളത്. ഇത് ഞങ്ങളുടെ വീട്ടിലെ പൂച്ചയാണ് കേട്ടോ. അല്ല, ഞങ്ങളുടെ വീട്ടിൽ പൂച്ചയല്ല, എവിടെയോ ഉള്ളൊരു പൂച്ചയാണ്. അപ്പം നമ്മൾ വീട്ടിൽ വന്നപ്പോൾ പിന്നെ ഫുഡ് കൊടുത്ത് അങ്ങനെ ആയതാണ്. പിന്നെ അമ്മൂസിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ വീട്ടിലേക്ക് വീണ്ടും വന്നു. ഉള്ള ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ സൽക്കരിക്കാനുള്ള തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്മൂസ്. ഇതൊക്കെയാണ് കേട്ടോ അവരുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. അതിനുശേഷം ഞാൻ നടന്നു കേട്ടോ. അപ്പോൾ പുതുപ്പറമ്പ് കോട്ടയ്ക്കൽ ഒരു ബസ് വന്നു. നമുക്ക് പുതുപ്പറമ്പിലേക്കല്ല പോകേണ്ടത്, നമുക്ക് വേങ്ങരയ്ക്കാണ് കേട്ടോ പോണത്. കുറേ നേരം നടന്നു കേട്ടോ. ബസ്സൊന്നും കാണുന്നില്ല. ടൈം 3:15. അപ്പോൾ നമുക്ക് ഇനിയും നടക്കാം. ഇനി ആരെങ്കിലും ലിഫ്റ്റ് അടിക്കാൻ പറ്റുകയാണെങ്കിൽ ലിഫ്റ്റ് അടിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം നടന്നിട്ട് വയ്യ. അങ്ങനെ പുതുപ്പറമ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സിൻ്റെ അടുത്ത് ഞാൻ അവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു സിസ്റ്ററിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ടാണ് കേട്ടോ. പുള്ളിക്കാരി എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ വന്നത്. പുള്ളിക്കാരി എന്തോ പുതുപ്പറമ്പിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ എന്തോ ഫോട്ടോസ്റ്റാറ്റ് എന്തൊക്കെയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മലയും കുന്നൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് അവിടെ ഇല്ല, അത് കാരണം വേങ്ങരയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വേങ്ങരയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സിസ്റ്റർ ഞാൻ ഒരുമിച്ചായിരുന്നു കേട്ടോ ബസ്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ നൈസായിട്ട് വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ നടന്ന് നമ്മുടെ ഫ്രെയിം ഹൗസിൽ എത്തിയിട്ടാ. അങ്ങനെ ഫ്രെയിം ഹൗസിൽ എല്ലാ പ്രാവശ്യം പോലെ തന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ച് പേരുണ്ട്. അങ്ങനെ ഫവാസ് ഉണ്ടായിരുന്നു, നമ്മുടെ ശ്രുതിയേട്ടനുണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വെറുതെ അവിടെ വർത്താനം പറഞ്ഞിരിക്കുക, ഒരു ടൈം പാസ് എല്ലാവരുമായിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ്. പിന്നെ ഇതാണ് കേട്ടോ ശ്രുതിയേട്ടൻ എന്ന് പറഞ്ഞത്. പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ഡ്രോയിങ് വർക്കൊക്കെ ചിലപ്പോൾ കിട്ടാറുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാറുണ്ട് കേട്ടോ. ഇവരുടെ കൂടെ വന്നിരിക്കുമ്പോൾ തന്നെ അടിപൊളിയാണ്. പിന്നെ സുധിയേട്ടൻ്റെ വൈഫും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ജസ്റ്റ് അടുത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റുഡിയോയിൽ കുറച്ച് വർക്കും കാര്യങ്ങളും പെൻഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഫവാസും ഞാനും സുധിയേട്ടൻ്റെ വൈഫും എല്ലാവരുമായിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം ബർത്ത്ഡേ ഉള്ളത് ഇവരുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇവിടുത്തെ വാവേൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. എനിക്ക് ഈ ഫോട്ടോസ് അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണാനും ഇഷ്ടമാണ്, എനിക്കങ്ങനെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ ഇവരുടെ കൂടെയൊക്കെ ഇരിക്കണത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് വേണമെങ്കിൽ വന്ന് കളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഫീസും കാര്യങ്ങളൊന്നുമില്ല. കുട്ടികൾക്ക് അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റൂ കേട്ടോ. വലിയവർക്ക് വേണ്ടിയിട്ടല്ല, ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇത്ര വയസ്സുള്ള പ്രായമുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് യൂസ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള വാട്ടർഫോൾ പോലത്തെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഫോട്ടോസൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. എല്ലാവരും പല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാമിലി പിക്ചർ, സിംഗിൾ പിക്ചർ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ആ റോസ് ഇട്ടിരിക്കുന്ന ആ വാവില്ലേ, ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അടുത്ത ദിവസം ഉള്ളത്. അപ്പോൾ ഇതിവിടെ 2 കുട്ടിയാരികളൊക്കെ പരിചയപ്പെട്ടു. പെങ്ങന്മാരാണ് കേട്ടോ, സുധീരെ പെങ്ങന്മാരായിരുന്നു. ഇവർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നല്ല കൂട്ടുകാരെ കണ്ടുപിടിച്ചു. നേരെ ഞാൻ വീട്ടിലേക്ക് പോയി. അവിടെ വന്നപ്പോൾ എൻ്റെ അമ്മ അവിടെ തീ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആരും പേടിക്കണ്ട. ഇതിങ്ങനെ ഗായ്സ് ഞാനിവിടെ നല്ല അവിടെ ചപ്പും ചവറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ കുഴിലായിട്ട് എല്ലാം കൂടി ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ
കത്തിപ്പടർന്ന് പോയിട്ടോ. ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വല്ല പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. നൈസായിട്ട് ഒരു കുഴി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പ് ചവറ് ഒന്നും കൂടി ഇട്ടിട്ട് ആക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എനിക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സ് തയ്ക്കാൻ കേട്ടോ. അപ്പോൾ വാവിൻ്റെ തയ്ക്കുന്നുണ്ടായിരുന്നു അമ്മ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇടാനും കൂടിയുള്ള ഡ്രസ്സ് തയ്ക്കണേ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള 2 തുണിമെറ്റിൽ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയുന്നതിനനുസരിച്ച് അമ്മ തയ്ച്ചു തരും കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ ഇതൊന്നുമില്ല. അമ്മയ്ക്ക് സമയം ഉണ്ടെങ്കിൽ, അമ്മയ്ക്ക് വേറെ വയ്യായ്മ ഒന്നും ഇല്ലെങ്കിൽ അമ്മ ഇങ്ങനെ തയ്ച്ചൊക്കെ തരും കേട്ടോ. അപ്പം ഞാൻ ഫ്രോക്ക് തയ്ക്കാനായിരുന്നു അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും ഹെൽപ്പാക്കി കൊടുത്ത് പിടിച്ചൊക്കെ കൊടുത്തു. എനിക്ക് വെട്ടാൻ അറിയില്ല, പക്ഷെ ചെറുതായിട്ട് തയ്ക്കാനൊക്കെ അറിയാം. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടണില്ല. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ പുതിയ മെറ്റീരിയൽ തയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് വെട്ടി കുളവാക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യാൻ നിന്നില്ല കേട്ടോ. അമ്മനെ കൊണ്ട് തയ്പ്പിക്കാമെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ എനിക്ക് ചെറുതായിട്ടൊക്കെ തയ്ക്കാൻ അറിയാം കേട്ടോ. ഈ കീറിയത് അങ്ങനെയുള്ളതൊക്കെ തയ്ക്കാൻ അറിയാം. അല്ലാതെ പുതിയതുള്ള സാധനം ഇങ്ങനെ വെട്ടി തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മ എനിക്ക് ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള തുണി ഇങ്ങനെ വെട്ടി തയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എനിക്ക് തയ്ക്കാൻ വേണ്ടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉക്സ് പിടിപ്പിച്ച് കൊടുക്കാനാണ് കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടിയൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാനാ ചെയ്ത് കൊടുക്കാറുള്ളത്. അത് കാരണം ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉക്സ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ ആ സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ ഡ്രസ്സ് തയ്ക്കും. അപ്പോൾ അങ്ങനെ ഞാൻ വാവിൻ്റെ ഡ്രസ്സിൻ്റെ ഉക്സൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടാറില്ല സത്യമായിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല, ഞാനിങ്ങനെയാണ്. അതുപോലെ തന്നെ എനിക്ക് ഗിഫ്റ്റ് മേക്കിംഗ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ക്രാഫ്റ്റ് ആയാലും, ഇപ്പോൾ ഫ്ലവർ മേക്കിംഗ് ആയാലും, അല്ലെങ്കിൽ ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ്, കളർ പെൻസിൽ ഡ്രോയിങ്, ഫാബ്രിക് പെയിൻറ്, ക്ലോത്തിൽ വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ബോക്സ് ഒക്കെ ചെയ്യുന്നത്, അതൊക്കെ എനിക്ക് കൈവച്ച് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫ്രോക്കിൻ്റെ ഉണ്ടായിരുന്നു, നമ്മുടെ പട്ടുപാവാട ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മൂസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മൂസിനോട് വർത്താനം വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ. ഞാൻ ഒരു ദിവസം ഇതുപോലെ ഒറ്റയ്ക്ക് തയ്ക്കും കേട്ടോ. എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. കാരണം നമ്മളിങ്ങനെ പൈസ ഒക്കെ ഭയങ്കരമായിട്ട് കൊടുത്തിട്ട് നമ്മൾ തുണി മേടിക്കാൻ തന്നെ വളരെ റേറ്റ് ഉണ്ട്. അതിനേക്കാൾ റേറ്റ് ഉണ്ട് നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് തയ്ക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ബെറ്റർ നമുക്ക് ഇഷ്ടമുള്ളൊരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് തയ്ക്കാമല്ലോ. അതൊരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ തയ്ച്ച് തരുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മെറ്റീരിയൽസ് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യണത്. എനിക്ക് അത് തന്നെ ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ അമ്മ ഇടയ്ക്ക് എൻ്റെ വന്നിട്ട് ഇങ്ങനെ അളവൊക്കെ എടുക്കണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രോക്കിൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എത്ര കഴുത്ത് വേണം, ഏത് കഴുത്താണ് വേണ്ടത്. ഞാൻ നോർമലി ചതുരം കഴുത്ത് മാത്രമേ യൂസ് ആക്കാറുള്ളൂ. ഞാൻ വേഗം പോയി വന്നപ്പോൾ തന്നെ അമ്മ 2 ഡ്രസ്സ് എനിക്ക് തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ എൻ്റെ ഡ്രസ്സും തയ്ക്കുന്നുണ്ട് കേട്ടോ. അമ്മ നമുക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ തയ്ച്ചു തരും. നമ്മൾ മോഡലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാവേൻ്റെ കൈക്ക് പഫൊക്കെ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രോക്ക് ഞാൻ വിചാരിച്ചാലും അമ്മ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചു. പിന്നെ സൈഡ് പോർഷനിലും വിചാരിച്ചു കേട്ടോ. അപ്പോൾ സൈഡുമ്മേൽ എനിക്ക് അത്രയും ഭംഗിയായിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ. എവിടെ വെക്കുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വയറ്റിൽ അവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ തന്നെ വിചാരിച്ചു കേട്ടോ, ഇവിടെ തന്നെ ചെയ്യാന്നുള്ളത്. അമ്മ ആ ഞെറിവൊക്കെ എടുത്തിരിക്കുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഫ്രോക്കിന് കൈ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഫേബ് ബോണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫേബ് ബോണ്ടിൽ നമ്മളിങ്ങനെ ഗമ്മൊക്കെ വെച്ചിട്ട് നമ്മളതിൽ നല്ല വൃത്തിയിൽ സെൻറ്റർ കണക്കാക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഏതായാലും എൻ്റെ അമ്മ വളരെ ഇഷ്ടത്തോടെ എനിക്ക് ചെയ്തു തന്നതാണ്. ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ഇപ്പൊ ഏകദേശം രാത്രി 8-8:30 ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് അമ്മമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാനുള്ള സമയമാണ്. അങ്ങനെ അമ്മ ആ സമയത്ത് എൻ്റെ ഡ്രസ്സ് തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പാവം എൻ്റെ അമ്മ. അപ്പോൾ സമയത്ത് ഞാൻ അമ്മമ്മയ്ക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ വർത്തനൊക്കെ പറഞ്ഞ് അമ്മമ്മനെ ഫുഡ് അത് കഴിഞ്ഞിട്ട് പൂച്ചക്കുട്ടിക്ക് ഫുഡ് കഴിച്ചു. ഞാൻ കുറുക്കാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് അമ്മ ഫുഡ് കഴിച്ചു, പാത്രം എല്ലാം കഴുകി വെച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ലവ് യു, ടേക്ക് കെയർ, ബൈ.